നമസ്കാരം. ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരം എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 2.5 ബില്യൺ ഇയേഴ്സ് പഴക്കമുള്ള ഒരു മാസീവായിട്ടുള്ള പ്രീ ക്യാമ്പിയൻ ഇഗ്നിയസ് റോക്കാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കിൽ കാണുന്നത് കെമിക്കൽ വെതറിങ് എല്ലാം സംഭവിച്ചതിൻ്റെ ഒരു അനന്തര ഫലമായിട്ടാണ് ഇവിടെ ഒരു ബോൾഡർ നമ്മൾ കാണുന്നത്. നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ കാലത്ത് ദ്രാവിഡ സമൂഹത്തിന് കൊണ്ടുവരുവാൻ വേണ്ടി കുറച്ച് ആർക്കിടെക്ചറലി ഇമ്പോർട്ടൻറ്റും ബ്രില്യൻറ്റും ആയിട്ടുള്ള കുറേ കൺസ്ട്രക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം ചെയ്തിരിക്കുന്നത് ഒരൊറ്റ പ്രീ ക്യാമ്പിയൻ ഇഗ്നിയസ് ടെറൈനിലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒറ്റക്കല്ലിൽ തീർത്ത ഈ ശില്പം ആയതുകൊണ്ട് വളരെ ടൂറിസ്റ്റ് അട്രാക്ഷനും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ മഹാബലിപുരം എന്നുള്ളത്. ജിയോളജി പഠിക്കുന്ന കുട്ടികൾ ജിയോമോർഫോളജി പെർച്ച്ഡ് ബൗൾഡർ എന്ന് പറയുന്നതിന് ഏറ്റവും എക്സാക്ട്ലി ഉള്ളൊരു എക്സാമ്പിളാണിത്. ഇതിന് ജോയിൻസും ഫ്രാക്ചറും ഒക്കെ ഉള്ളതുകൊണ്ട് കെമിക്കൽ വെതറിങ് ഒരുപാട് സംഭവിച്ചു. അത് കാണിച്ച് ഇപ്പോൾ ഇങ്ങനെ കാണുന്ന രീതിയിൽ നിൽക്കുന്നു. നമുക്ക് കാണുമ്പോൾ ഇത് പെട്ടെന്ന് മറിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഒന്നുമില്ല, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതേ സ്ട്രക്ചറിൽ തന്നെയാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ കാലത്ത് ബ്രില്യൻ്റ് ആയിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ കെമിക്കൽ വെതറിങ് സംഭവിച്ചതുകൊണ്ട് തന്നെ അവർ വളരെ ബുദ്ധിപൂർവ്വം ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ആ സ്ട്രക്ചറെല്ലാം അതിന് പാരലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗോഡ്സ്, വാരിയേഴ്സ്, അന്നത്തെ കാലത്തുള്ള നിത്യവൃത്തികൾ ചെയ്യുന്ന പല പല സ്ട്രക്ചേഴ്സാണ് അവരോട് ചെയ്തു വെച്ചിരിക്കുന്നത്. വൺസ് ആർക്കെങ്കിലും ഒരു ടൈം കിട്ടുവാണെങ്കിൽ ചെന്നൈക്ക് അടുത്തുള്ള ഈ മഹാബലിപുരം എന്നുള്ള സ്ഥലം ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. വാട്ടർ ഹാർവെസ്റ്റിംഗ് മോഡലും ആൻഷ്യൻ്റ് കാലത്തുള്ള ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മോഡലാണ്. ഇത് ഒരു പ്രീ ക്യാമ്പിയൻ മാസീവ് ടെറൈൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പൊറോസിറ്റി പെർമിബിലിറ്റി എല്ലാം വളരെ ലോ ആണ്. നാച്ചുറലി അവിടെ വരുന്ന റെയിൻ വാട്ടർ എല്ലാം ഫ്ലോ ചെയ്ത് ഇതിനകത്ത് തന്നെ വന്ന് വീഴുവാണ്. ഇതേ വെള്ളമാണ് ഇവിടെ മഹാബലിപുരത്തുള്ള ടെമ്പിൾ സ്ട്രക്ചറിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്.